അതെ, ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസാണ്. 2 റെസിപ്പീസുണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്ത് ചിക്കൻ ഒന്ന് മാറ്റി വെച്ച് മട്ടണിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഫ്രഷ് മട്ടൺ കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ആടിൻ്റെ പാർട്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് വെക്കുന്നത് ആടിൻ്റെ ബ്ലഡും അതുപോലെ തന്നെ ആടിൻ്റെ ബ്രെയിനുമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ആടിൻ്റെ ബ്ലഡ്, അതായത് ആടിൻ്റെ ചോര. അപ്പോൾ ഇതിനെയാണ് നമ്മളിന്ന് കറിയാക്കുന്നത്. ഈ ഒരു ബ്ലഡ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അതൊരു ജെല്ലി ടൈപ്പ് പോലെ ആവും. അപ്പോൾ നമ്മളതിനെ കൈ വെച്ച് നന്നായി തിരുമ്മിയെടുക്കണം, നന്നായി പൊടി ആക്കിയെടുക്കണം. ശരിക്കും ഇതിനെ ഒരു ക്യൂബ്സ് പോലെ കട്ട് ചെയ്തിട്ടും കറി വയ്ക്കാം, 2 ടൈപ്പിലും കറി വയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബ്ലഡിനെ കൈ വെച്ച് നന്നായി തിരുമ്മി പറ്റുന്നത്ര ചെറിയ പൊടിയാക്കിയെടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് നമ്മുടെ ബ്ലഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി റെഡ് പോയി ഡാർക്ക് ബ്രൗൺ ആയി പെട്ടെന്ന് മാറിക്കിട്ടും. ഞാൻ ഫസ്റ്റൊക്കെ ഇത് വെക്കുമ്പോൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു വെച്ചത്. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കെന്തോ മസാലകളൊന്നും പിടിക്കാത്ത പോലെ ഒരു ഫീല്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വെക്കാറ്. ഇനി ഇതിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അത് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അധികമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, മറന്നുപോയി. എന്നിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി ലെമൺ ജ്യൂസൊക്കെ ചേർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്. കറിയല്ല, ശരിക്കും ഇത് ഡ്രൈ ഫ്രൈ ആണ്. ഞങ്ങളിത് ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാറ്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ മല്ലിയിലയും. അടുത്തത് ആടിൻ്റെ ബ്രെയിനാണ്, അതായത് തലച്ചോറ്. ഇത് ശരിക്കും നമ്മൾ മുട്ട പൊരിച്ചെടുക്കില്ലേ, ആ ഒരു സമയം മാത്രം മതി. ഇതിലിപ്പോൾ ഞാൻ മുട്ടയും കൂടി ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി ചതച്ചതിടുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തതായാലും മതി. അത് നന്നായി വഴറ്റിയെടുക്കാം. കൂടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ബ്രെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഗരം മസാല, എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഇങ്ങനെ റെഡിയാക്കാം. അല്ലെങ്കിൽ ഞാനിതിൽ ഒരു കോഴിമുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. മുട്ട ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആടിൻ്റെ ഈ 2 റെസിപ്പീസും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളല്ലേ.